രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഗോസിപ്പ് വരുന്നു. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവും? പിന്നെ because I think Ranjit is a very good friend. He is part of my life. അത് തീർച്ചയാണ്. പക്ഷെ അതിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. സൊസൈറ്റിന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞങ്ങള് ആരാണ്, എന്റെ കുടുംബത്തിനറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. എന്നെ ആക്ച്വലി രഞ്ജിത്തിന്റെ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരുത്തം വന്നിട്ട് ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തിന് അദ്ദേഹം നേക്കഡായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഓൺലൈനിലുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോൾ ആരാണ്? രേവതിയാന്ന് പറഞ്ഞു. ആര്? നടി രേവതിയാണെന്നുള്ള രീതി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും തള്ളിക്കളയുമായിരുന്നു, ഹേമ കമ്മിറ്റി വിഷയം സംസാരിച്ച സമയത്തൊക്കെ. ഇതിപ്പം ഓരോന്നിങ്ങനെ കുത്തിപ്പൊങ്ങിക്കൊണ്ടിരിക്കുക. ഈ രഞ്ജിത്തിൻ്റെ ലീല എന്ന് പറഞ്ഞ പടം കാണുന്നവർക്കറിയാം, അത് വേറൊരു സ്റ്റോറിയാണ്. അത് എടുത്തു വെച്ച് കുറച്ചും കൂടെ പുള്ളിക്കാരൻ്റെ രീതിയിലൊന്നും മിനുക്കി എടുക്കുമായിരുന്നു ചെയ്തത്. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ്, പണ്ടിൽ വിനായകൻ പറഞ്ഞ പോലെ ആനയുടെ മണ്ടയ്ക്ക് ഒരു പെണ്ണിനെ കിടത്തിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഈ രഞ്ജിത്തിനെ കുറിച്ച് ഒരുപാട് പണ്ടൊക്കെ ആൾക്കാരൊക്കെ എന്താ പറയണ്ട, ആ ഒരു സമയത്ത് ഒരു നടനുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഹേമ കമ്മിറ്റി സമയത്തൊക്കെ. അന്നൊന്നും നമ്മൾ എനിക്ക് കണ്ടൊരു 20,000 സബ് കണ്ടുള്ളൊരു സമയമാണ്. 20,000 സബ് തന്നെയാണ്, വലുതാണ് എനിക്ക്. ആ സമയത്തൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കത്തണമെങ്കിൽ കുറെ പാടുപെടുന്നൊരു സമയമാണ്. പക്ഷേ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറേ വിവരങ്ങളുണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ല പിള്ളയാന്നാണ് വിചാരിച്ചത്. പക്ഷെ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മോ, വേറെ ഇതൊന്നും അല്ല, വരാനിരിക്കുന്ന ഒരുപാട് കേസ് കേട്ടുണ്ടെന്നെങ്കിൽ പറയാം. ഓക്കെ, വീഡിയോ നമ്മുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഈ വ്യക്തിയെക്കുറിച്ച് ഒന്ന് ലൈക്ക് അടിക്കുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്താൽ അത്രയും നല്ലത്. രഞ്ജിത്തണ്ണൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഓക്കെ, എന്തായാലും നമുക്കൊരു വീഡിയോ കൂടെ വെക്കാം. രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആ നടി? മറ്റാരുമല്ല. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു, അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അന്ന് ഇവൻ ഈ പേര് പറഞ്ഞ സമയത്ത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും പറഞ്ഞു ഇവന് വേറെ പണിയൊന്നുമില്ല, ചുമ്മാതെ വന്നിട്ട് ഇങ്ങ് തള്ളുവാണെന്നുള്ള രീതിയിൽ ഇതുപോലെ കുറേ എണ്ണം. ആ സമയത്ത് മുകേഷ് ഒരുപാട് ജയസൂര്യയുടെ കാര്യം വന്നപ്പോഴായിരുന്നു. ജയസൂര്യ ആദ്യം എല്ലാവരും വിമർശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ ചില വ്യത്യാസങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ജയസൂര്യക്ക് സപ്പോർട്ട് ചെയ്യാൻ സമയമായിരുന്നു. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള ഓരോ മരണങ്ങൾ വരുമ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് സംസാരിക്കുകയായിരുന്നു. ഇതൊന്നും അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇവനൊക്കെ ചുമ്മാ ഫെയിമിന് വേണ്ടി ഈ സമയത്ത് കയറി വരിക എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണെന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജയിലിൽ ഇന്നലെ പൊട്ടിക്കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, താമസിക്കാൻ പറ്റുന്നില്ല. അറിയാലോ, സൂചിച്ച് ജീവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാലോ ജയിലിൽ കൊണ്ടുപോയുള്ള അവസ്ഥ എന്താണെന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് കാരവൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നില്ല, ആ സ്പോട്ടും കാര്യങ്ങളും അവിടെ പോയി തെളിവെടുപ്പ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കോമഡിയാണ് കേട്ടോ. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇവരൊരു സൈക്കോ ആണെന്ന് തോന്നുന്നല്ലോ. സോറി, ഇവര് ഈ സംസാരമൊക്കെ കേട്ട് വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആള് അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ അവാർഡ് എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആള് ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, എന്തായാലും അണ്ണന്റെ ചാൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചായിരുന്നു, ഒന്ന് കേട്ടിട്ടോ. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായ ലൈംഗികാതിക്രമ കേസിൽ കുറ്റകൃത്യം നടന്ന കാരവൻ കണ്ടെത്തി പോലീസ്.
ഫോർട്ട് കൊച്ചിയിൽ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച കാരവനാണ് തിരിച്ചറിഞ്ഞത്. കേസിൽ രഞ്ജിത്തിന്റെ വക്കാലത്തേറ്റെടുത്ത അഭിഭാഷകൻ രഞ്ജിത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ മൊത്തം നമ്മുടെ റിപ്പോർട്ടറിലെ മൊട്ട വന്നിട്ട് ദിലീപ് 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 ദിലീപ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ഇവറ്റയുടെയൊക്കെ മനസ്സിൽ ദിലീപാണെന്ന് ഓർക്കുമ്പോഴേ ഇത്രയും വലിയൊരു കാര്യം നടക്കുന്നത് അത് ദിലീപാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ദിലീപിന്റെ അവസ്ഥയെ. രഞ്ജിത്തിനെ കാണിച്ചിട്ട് ദേണ്ട ദിലീപ് അങ്ങോട്ട് നീങ്ങുന്നു, ദിലീപ് ഇങ്ങോട്ട് നീങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു കേസായിട്ട് ഏകദേശം തീർന്നു. പിന്നെ ഈ ദിലീപിനെ പിടിച്ചിടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മുഹമ്മദ് സിയാദ് വിവാദങ്ങളെ തുടർന്ന് വക്കാലത്തൊഴിഞ്ഞു. ഒന്നും മാറിയിട്ടില്ലെന്നും സിനിമാ സെറ്റുകളിലെ IC പ്രവർത്തിക്കാത്ത സംവിധാനമാണെന്നും WCC പ്രതികരിച്ചു. ഓ അടിപൊളി. അപ്പം അങ്ങനെ വക്കീൽ നൈസായിട്ട് ഒഴിഞ്ഞെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സിനിമക്കാർ അങ്ങനെ ആരും വലുതായിട്ട് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പണ്ടത്തെ ഒരു ഒടിവിൽ ഉണ്ണികൃഷ്ണൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആരും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പിന്നെ ഒന്ന് രണ്ട് ഇപ്പോഴത്തെ കുറേ ഹാസ്യ നടന്മാരൊക്കെ വന്നിട്ട് ഗുരുവിൻ്റെ സ്ഥാനമാണെന്നൊക്കെ പറയുന്നുണ്ട്. ചാൻസ് കൊടുത്തതിൻ്റെ നന്ദിയായിരിക്കാം. പക്ഷേ മെയിനായിട്ടുള്ള ആരും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. യുവനടിയുടെ പരാതിയിലെടുത്ത ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായതിനു പിന്നാലെ കേസിൽ തെളിവ് ശേഖരണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. ജനുവരിയിൽ നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് രഞ്ജിത്ത് സംവിധായകനായ സിനിമയുടെ ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ നിർത്തിയിട്ട കാരവനുള്ളിലെന്നാണ് മൊഴി. ഈ കാരവൻ പോലീസ് തിരിച്ചറിഞ്ഞു. കാരവന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. തന്റെ ദേഹത്ത് രഞ്ജിത്ത് കയറി പിടിച്ചതോടെ കാരവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്നും പരിഭ്രമിച്ച് സിനിമാ സെറ്റിൽ നിന്ന് പോകുന്നത് കണ്ടവരുണ്ടെന്നും നടി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സാക്ഷികളായവരുടെ മൊഴിയെടുക്കാനും നടപടി തുടങ്ങി. തൊടുപുഴ മുട്ടത്തുനിന്ന് രഞ്ജിത്തിനെ പിടികൂടിയപ്പോൾ കാറിലുണ്ടായിരുന്നവരെയും വിശദമായി ചോദ്യം ചെയ്യും. സിനിമയുടെ IC അംഗമായിരുന്ന അഭിഭാഷകൻ മുഹമ്മദ് സിയാദ് രഞ്ജിത്തിനായി വക്കാലത്തേറ്റെടുത്ത് കോടതിയിൽ ഹാജരായത് വൻ വിവാദമായിരുന്നു. സിനിമാ പ്രവർത്തകരുൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ സിയാദ് വക്കാലത്തൊഴിഞ്ഞു. നമ്മുടെ ഒരു ജോലിയുണ്ട്. ഇപ്പോൾ ശത്രു ആയാലും ശരി, ശത്രുവും പോട്ടെ, വലിയ പ്രതിയാണെങ്കിലും ശരി, കിട്ടുന്ന ജോലി വെടുപ്പായിട്ട് ചെയ്യുക. അതല്ലേ വക്കീലന്മാരെ ചെയ്യേണ്ടത്. ഇതെന്ത് പറ്റി അങ്ങ് പേടിച്ചു പോയത്? നീയൊക്കെ ഇതുപോലുള്ള കേസ് കേട്ടില്ലല്ല ഇതുപോലുള്ള കേസ് കേട്ടില്ലേ ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോകാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വക്കീലന്മാരുടെ ഒക്കെ ഒരു നിലപാടേ. ഞാൻ ചുമ്മാ പറഞ്ഞതാ, വേറെ ഒന്നും കൊണ്ടല്ല. അയാൾക്ക് മനസ്സിലായി കാണും ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചു. കേസിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി വുമൺ ഇൻ സിനിമ കളക്ടീവ് രംഗത്ത് വന്നു. ഹൈക്കോടതി റിപ്പോർട്ടിനിടയിലും സിനിമാ പോളിസിക്കിടയിലും ഒന്നും മാറിയിട്ടില്ല എന്നത് വേദനിപ്പിക്കുന്ന തിരിച്ചറിവാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. എറണാകുളം സബ് ജയിലിൽ തുടരുന്ന രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ശനിയാഴ്ച തുറന്ന കോടതിയിൽ പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഓക്കെ. വക്കീലിന്റെ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, ഒന്ന് കുത്താൻ വേണ്ടി സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം എന്തായാലും രഞ്ജിത്ത് അവിടെ ഒരു സമാധാനക്കേടുണ്ടെന്നാണ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, മറുനാടിൻ്റെ ചാനലിലും കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഭയങ്കര വെപ്രാളം. ഇവർ കുറേ പ്ലാൻ ചെയ്തു. പോലീസുകാർ മസ്തി വന്നിട്ട് അവിടെയൊക്കെ ചുറ്റി അടിച്ച് നടക്കുകയൊക്കെ ചെയ്ത് വേറെ ഒരു ഹോട്ടലിലോട്ട് പോകാൻ നേരത്താണ് അദ്ദേഹത്തിനെ പൊക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, അനുഭവിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ. ആ രേവതിയുടെ ഒരു കേസ് ആയിട്ടൊന്ന് സംസാരിച്ച് പോകാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ബൈ ബൈ.